إمام وخطيب مدينة المنورة من مسجد النبوي. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. പരിശുദ്ധ ഖുർആനിലെ അൽ ഫുർഖാൻ അധ്യായത്തിന്റെ അവസാനത്തെ വചനങ്ങൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ആദരവിന്റെ പുഷ്പങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്ന സൗഭാഗ്യവാന്മാരുടെ സമുന്നത ഗുണങ്ങൾ പടച്ചവൻ വിവരിക്കുകയാണ്. അവർ കളവുകളുമായി ബന്ധപ്പെടുകയില്ല, കള്ളസാക്ഷ്യം രേഖപ്പെടുത്തുന്നതല്ല. സത്യത്തിന്റെ സന്ദേശങ്ങൾ അവരുടെ മുമ്പാകെ പറയപ്പെട്ടാൽ അവർ ചെവി തുറന്ന് മനസ്സു തുറന്ന് അതിനെ സ്വീകരിക്കുന്നതാണ്. അവർക്ക് അവരുടെ കുടുംബത്തെ പറ്റി വലിയ ചിന്തയാണ്. പടച്ചവനെ, എൻ്റെ ഇണകളും മക്കളും നിനക്ക് പൊരുത്തമായ നിലയിൽ ജീവിക്കുന്ന ഒരവസ്ഥ കണ്ട് സന്തോഷിക്കാൻ സൗഭാഗ്യം നൽകണമേ. പടച്ചവനെ, ഞങ്ങളെ നല്ലവർക്ക് വഴികാട്ടികളും വഴിവിളക്കുകളും ആക്കണമേ എന്നവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു പറയുന്നു, ഇവർ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ആശംസകൾ ഏറ്റുവാങ്ങി കടക്കുന്നതാണ്. അള്ളാഹു നമുക്ക് ഈ ഗുണങ്ങൾ നൽകുമാറാകട്ടെ. بصوت فضيلة الشيخ مشاري راشد العفاسي. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون.
പരിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ അധ്യായമായ അൽ ബഖറയുടെ ആദ്യത്തെ ആയത്തുകൾ. ഈ വിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അവതീർണമായ മഹത്തായ സന്ദേശമാണ്. പടച്ചവനെ പേടിയുള്ളവർക്ക്, നാളെയെപ്പറ്റി ചിന്തയുള്ളവർക്ക് ഇത് വലിയ വഴികാട്ടിത്തരുന്നു. അങ്ങനെയുള്ളവരുടെ അടയാളങ്ങൾ ഒന്ന്, അള്ളാഹു അറിയിച്ച യാഥാർത്ഥ്യങ്ങളിൽ വിശ്വാസമുള്ളവരാണ്, സത്യവിശ്വാസം സ്വീകരിച്ചവരാണ്, സത്യവിശ്വാസം കൊണ്ട് മനസ്സിനെ അലങ്കരിച്ചവരാണ്. രണ്ട്, നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ളവരാണ്. ആ നമസ്കാരങ്ങൾ അതിൻ്റെ യഥാർത്ഥ സമയത്ത് കഴിവിൻ്റെ പരമാവധി ശരിയായ നിലയിൽ നിർവഹിക്കും. വിശിഷ്യ പുരുഷന്മാർ അവർ മസ്ജിദുകളിൽ ജമാഅത്തായി നമസ്കരിക്കും. യുഖീമൂന സ്വലാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, ഇതിൻ്റെ ആശയം ഒന്ന്, മരണം വരെയും നമസ്കാരം നിലനിർത്തലാണ്. രണ്ട്, കഴിവിൻ്റെ പരമാവധി നല്ല നിലയിൽ നമസ്കരിക്കലാണ്. മൂന്ന്, അധികമായി ദാനധർമ്മം ചെയ്യുന്നവരാകുന്നു. മനസ്സുകൊണ്ട്, നാവുകൊണ്ട്, ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഉള്ള ദാനധർമ്മങ്ങൾ വിശാലമായ അർത്ഥമാണ് ധർമ്മത്തിന് ഇസ്ലാം വിവക്ഷിക്കുന്നത്. മനസ്സുകൊണ്ട് മുഴുവൻ മനുഷ്യരും നന്നാകട്ടെ, എല്ലാവരും ഗുണം പിടിക്കട്ടെ എന്നുള്ള ചിന്ത ധർമ്മമാണ്. നാവ് കൊണ്ട് നല്ല വാക്ക് പറയൽ, പരിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ കൈമാറൽ, വഴി പറഞ്ഞു കൊടുക്കൽ, സലാം പറയൽ, ഇത് ധർമ്മമാണ്. കൈകാലുകൾ കൊണ്ട് സേവനം ചെയ്യൽ, ശ്രമദാനങ്ങൾ വലിയ ദാനമാണ്. അതുപോലെ സമ്പത്ത്, ഇത് നിർബന്ധ ദാനം, സക്കാത്ത്, ഐച്ഛിക ദാനം, സദഖ, ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ അധികമായി ചെയ്യുന്നവരാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ സന്ദേശങ്ങളുമായി അവർക്ക് ബന്ധമുണ്ട്. നാലാമത്തെ ഗുണം, പടച്ചവന്റെ വിശുദ്ധ സന്ദേശങ്ങൾ അതുമായി അവർക്ക് ബന്ധമുണ്ട്. അതിനെ അവർ ആദരിക്കുന്നു, പാരായണം ചെയ്യുന്നു, അതിനെ പഠിക്കുന്നു, പകർത്തുന്നു, പ്രചരിപ്പിക്കുന്നു. മുത്തഖീങ്ങളുടെ അഞ്ചാമത്തെ ഗുണം, അവർക്ക് നാളെയെപ്പറ്റി ഭയങ്കര ചിന്തയാണ്. ഭൂമിയുടെ മട്ടത്തോടിന് മുകളിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും ഏത് സമയത്തും ആ തോട് പൊട്ടി ഭൂമിയുടെ അകത്തേക്ക് അവർ വീഴുന്നത്, ഖബറിന്റെ അകത്തളങ്ങളിലേക്ക് പോകുന്നത്, ഖബറിന്റെ ഏകാന്തത, അതിനുശേഷം മഹ്ശറിൽ എഴുന്നേറ്റ് പടച്ചവന് മുമ്പാകെ പോയി നിൽക്കൽ, വിചാരണ നേരിടൽ, ഇതിനെപ്പറ്റി അവർക്ക് പരിപൂർണ വിശ്വാസവും ബോധവുമുണ്ട്. അള്ളാഹു പറയുന്നു, ഈ ഗുണങ്ങൾ ആർക്കാണ് ഉള്ളത്? അവർ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഈ ലോകത്തിൽ വിജയിക്കും, നാളെ പരലോകത്തിലും വിജയിക്കും.